അപ്പം നമ്മൾ ചെയ്യാൻ പോകുന്ന സെഗ്മെന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ തിങ്സ് ടു ഡു വെൻ വി ആർ ബോർഡ്. നമ്മൾ ബോറടിക്കുമ്പം നമുക്ക് എന്തൊക്കെ ചെയ്യാമെന്നുള്ള കാര്യമാണ് ഇതിൽ പറയാൻ പോകുന്നത്. ആൻഡ് ഈ വീഡിയോ ഭയങ്കര ഷോർട്ടായിട്ടുള്ള വീഡിയോ ആയിരിക്കും, ലോങ് വീഡിയോ ആയിരിക്കില്ല. പക്ഷെ ഞാൻ മാക്സിമം ലോങ് ആക്കാൻ നോക്കുന്നുണ്ട്, നല്ല ലോങ് വീഡിയോ ആയിട്ട് നേരെ പോവുള്ളൂ. നമുക്ക് എന്തായാലും ഫസ്റ്റ് സെഗ്മെന്റിലേക്ക് കിടക്കാം. ആൻഡ് ഫസ്റ്റ് വൺ ഡ്രോയിങ്. ഞാൻ ഡ്രോ ചെയ്യാറുണ്ട്. ഇങ്ങനെ എന്താ പറയുക, മറ്റേന്ത് പറയുമോ വന്നുവല്ലോ, ബോറടിക്കുമ്പോൾ ഇങ്ങനെ വെറുതെ ഡ്രോയിങ് ഒക്കെ ചെയ്തിരിക്കും. ഫോണിൽ നോക്കിയിട്ട് ഡ്രോയിങ് ചെയ്യലാണ് ഏറ്റവും എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള തിങ് ഹാപ്പൻഡ് പറയാം. അതാണ് എനിക്കിഷ്ടം. ഞാൻ ഡ്രോയിങ് ചെയ്യും, നന്നായിട്ട് ഞാൻ വരയ്ക്കും. ഞാനിപ്പോൾ ഒരു പേഴ്സണെ ആണെങ്കിൽ ഞാൻ പേഴ്സണെ വരയ്ക്കും, ഇപ്പോൾ ലിപ്പാണെങ്കിൽ ലിപ്പിൽ വരയ്ക്കും, എല്ലാം ഞാൻ വരയ്ക്കും. ആൻഡ് അങ്ങനെ എനിക്ക് ബോറടിച്ചിരിക്കുകയാണെങ്കിൽ എൻ്റെ അടുത്ത് ആരും കളിക്കുകയാണെങ്കിൽ സ്കൂൾ പോലും ഇല്ലെങ്കിൽ ഞാൻ എന്താ ചെയ്യാം, ഞാൻ ഫോണിലും കളിക്കും, അത് വേറെ കാര്യം. എന്നിട്ടും ബോറടിച്ചാൽ ഞാൻ ഫോണിൽ നിന്ന് പിൻട്രസ്റ്റിൽ നിന്ന് കുറച്ച് പെൻസിൽ ഡ്രോയിങ്സ് എല്ലാം എടുക്കും. എന്ത് ഡ്രോയിങ്സ് ആയിക്കോട്ടെ, അങ്ങനത്തതൊന്നുമില്ല, ഏത് ഡ്രോയിങ്സ് ആണെങ്കിലും ഞാൻ എടുക്കും, വരയ്ക്കും. അപ്പം നമുക്ക് ബോറടിക്കുമ്പം നമ്മൾ വരയ്ക്കാനറിയാത്ത ഒരാളാണെങ്കിലും കുറച്ച് പെയിൻസൊക്കെ എടുത്തിട്ട് വരയ്ക്കുക. അപ്പോൾ ഒരു അടിപൊളി ഫീൽ നമുക്ക് കിട്ടും ബോറടിക്കുമ്പോൾ. നെക്സ്റ്റ് വൺ വാസ് ജേണൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ അടിപൊളിയാണ്. ജേണൽ എന്ന് വെച്ചാൽ നമ്മൾ ജേണൽ ചെയ്തുകൊണ്ടിരുന്നാൽ നമ്മൾ ജേണൽ ചെയ്തുകൊണ്ടിരിക്കും. ചിലർക്ക് ഇപ്പം ഇതുണ്ടാവില്ല, മറ്റേ ജേണൽ സർപ്രൈസ് ഉണ്ടാവില്ല. ചിലർക്ക് ജേണൽ സർപ്രൈസ് ഉണ്ടാവും, അതെന്ത് വെച്ചിട്ടും ചെയ്യാം. ചിലർ ജേണൽ സർപ്രൈസ് ഉണ്ടാക്കും, ഞാനൊക്കെ ജേണൽ സർപ്രൈസ് ഉണ്ടാക്കുകയാണ് ചെയ്യാറ്. ഇല്ലെങ്കിൽ എൻ്റെ ഒരു ഫ്രണ്ടാണ് ശ്രേയ എന്നാളെ പേര്, അപ്പോൾ ആൾ എനിക്ക് കുറച്ച് ജേണൽ സർപ്രൈസ് തന്നിട്ടുണ്ട്, അത് വെച്ച് ഞാൻ ജേണൽ ചെയ്യും. ആൻഡ് മൈ ജേണൽ ബുക്ക് വാസ് ഫുൾ ഫിൽഡ്. 2025 ബുക്ക് ഫുള്ളായിട്ട് ഫിൽ ചെയ്തു. 2000 പുതിയ വർഷം ജനുവരി 1 ഞാൻ വീഴുന്നത്. ആൻഡ് ഞാൻ കാര്യം പറയാൻ മറന്നുപോയ ഹാപ്പി ന്യൂ ഇയർ ടു ആൾ. അപ്പം 2026 എനിക്ക് പുതിയ ജേണൽ ബുക്ക് എല്ലാം തുടങ്ങണം. അത്രയും ദിവസം ഞാൻ ബോറടിക്കുമ്പോൾ ഇങ്ങനെ ചെയ്തുകൊണ്ടിരുന്നതുകൊണ്ടാണ് എനിക്ക് എന്ത് കിട്ടിയത്. ആ ബോറിംഗ് എല്ലാം ഞാൻ ഡ്രോയിങ്ങും ചെയ്യും, ജേണലൊക്കെ ചെയ്യും. ഇപ്പോൾ ഡ്രോയിങ് വരയ്ക്കുക, ചിലപ്പോൾ ചില സമയത്ത് ഡ്രോയിങ് വരയ്ക്കാൻ മൂടുണ്ടാവാറില്ല, അപ്പം ജേണൽ വരയ്ക്കും. ഓക്കെ, അപ്പം നമ്മൾ ജേണലിനെ പറ്റില്ല പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പം ജേണൽ ചെയ്യാം, നമുക്ക് എങ്ങനെ വേണം, നമ്മൾ ഇഷ്ടം പോലെ നമുക്ക് ജേണൽ ചെയ്യാം. അപ്പം ജേണൽ തുടങ്ങാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് ഡു ജേണൽ ഗൈസ്. ജേണൽ സെറ്റ് ആയിട്ടുള്ളൊരു സാധനമാണ്, എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ജേണലല്ല. അപ്പം പകുതി വീഡിയോ നിങ്ങൾ ക്ലിയറിലും പകുതി വീഡിയോ നിങ്ങൾക്ക് ക്ലിയർ ഇല്ലാണ്ടായിരിക്കും കാണുന്നത്. അപ്പം അതിൽ ഞാൻ ഐഫോണിലെടുത്ത വീഡിയോ വരുന്നത്, ആ വീഡിയോ ഞാൻ കുറേ ആയിട്ട് അലച്ചു. അപ്പം അത് നോക്കുന്ന സമയത്ത് അതിൻ്റെ സ്റ്റോറേജ് ഫുള്ളായി. അപ്പം പകുതി വീഡിയോ വരാവുന്നുണ്ട്. ഓക്കെ, അപ്പം നെക്സ്റ്റ് ജേണലിനെ പറ്റി ഞാൻ കുറേ പറഞ്ഞിട്ടുണ്ടായിരുന്നൊക്കെ പോയി. ഇപ്പം ജേണൽ ചെയ്യണം. നെക്സ്റ്റ് ജേണൽ ചെയ്യാത്തവർ ജേണൽ തുടങ്ങുക. നെക്സ്റ്റ് സെഗ്മെൻറ്റ് സ്കിൻ കെയർ ആണ്. സ്കിൻ കെയർ ചെയ്യാം. ആൻഡ് ഐ ഡോണ്ട് നോ, സ്കിൻ കെയർ ചെയ്താൽ നല്ല ബോറിംഗ് എല്ലാം പോകുമെന്ന് എനിക്കറിയില്ല. ആൻഡ് ഞാനിതുവരെ അതൊന്നും ചെയ്തിട്ടില്ല. ഞാൻ പറഞ്ഞില്ലേ, ഇത് ഞാൻ കുറേ കണ്ടൻറ് ക്രിയേറ്റേഴ്സിൽ കണ്ടതാണ്. സ്കിൻ കെയർ ചെയ്താലും ഞാൻ ചെയ്തിട്ടുണ്ട്, ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു 3, 4, 5 വട്ടം ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ആൻഡ് സോ ഫൺ, അത് അടിപൊളിയാണ്. നമുക്ക് കുറച്ച് സ്കിൻ കെയർ എല്ലാം ട്രൈ ചെയ്യാം. സ്കിന്നിനെ കുറച്ചും കൂടെ ഇങ്ങനെ ആക്കാൻ പറ്റൂല. എൻ്റെ സ്കിൻ കേട്ടോ, എൻ്റെ ഡ്രൈ സ്കിന്നാണ്, അപ്പം അങ്ങനെ ചെയ്യാൻ പറ്റില്ലല്ലോ. ഓയിലി സ്കിന്നാണ് നിങ്ങളൊന്നും ചെയ്യൂ, അടിപൊളിയായിരിക്കും. ആൻഡ് ഒരു സംഭവം ഉണ്ട്, ഞാൻ ലാസ്റ്റ് പരിചയപ്പെടുത്തി തരാം. ഒരു സംഭവമല്ല, 3 ഐറ്റംസ് ഉണ്ട്, ഞാൻ ലാസ്റ്റ് പരിചയപ്പെടുത്തി തരാം. ഓക്കെ, അപ്പം നിങ്ങൾ സ്കിൻ കെയർ ചെയ്യാൻ ശ്രമിക്കുക. സ്കിൻ കെയർ ഇസ് ബെസ്റ്റ് എന്നാണ് എനിക്ക് തോന്നുന്നത്. സ്കിൻ കെയർ ചെയ്തോളൂ. ചിലവരുടെ ഇഷ്ടം അങ്ങനെ ഉണ്ടാവുമല്ലോ. എനിക്ക് ഇഷ്ടമാണ്, ഞാൻ 5 പ്രാവശ്യം ചെയ്തിട്ടുണ്ട്. അതിനകത്ത് എനിക്ക് നല്ല ഗുഡ് ഫീലിംഗ് 5 സ്റ്റാർ കൊടുക്കാമെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അതിനെക്കൊണ്ട് തന്നെ ഞാൻ എന്ത് പറയുന്നു, അതൊക്കെയാണ്. ആൻഡ് വി ക്യാൻ ഡു സ്കിൻ കെയർ വെൻ വി ആർ ബോർഡ്. നെക്സ്റ്റ് വൺ വാസ് മേക്ക് ക്ലേ സ്റ്റഫ് ഉണ്ടാക്കണം. അതെന്തോ അറിയാം, നമ്മൾ ക്ലേ ഉണ്ടാക്കിയിട്ട് മറന്നു പോകുന്നു. ക്ലേ എടുത്തിട്ട് ഓരോ സാധനങ്ങൾ ഉണ്ടാക്കുക. പിൻട്രസ്റ്റൊക്കെ നോക്കിയാൽ അതിൻ്റെ അത്രയും സാധനങ്ങൾ കിട്ടും. ബിക്കോസ്
അത് അടിപൊളിയാണ്. നമുക്ക് എത്ര വേണമെങ്കിലും ഇങ്ങനെ 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 ആക്കി കളിക്കാൻ തന്നെ അടിപൊളിയാണ്. എൻ്റെ അടുത്ത് ഇപ്പോൾ ടെറാക്കോട്ടേൻ്റെ ക്ലേ ഉണ്ട്, ഫോം ക്ലേ ഉണ്ട്. നിങ്ങളിതുവരെ ക്ലേ വാങ്ങാത്തൊരു പേഴ്സണാണെങ്കിൽ നിങ്ങൾ ഉത്സവപ്പറമ്പിലെല്ലാം പോകുമ്പോൾ കാണാം ഫോം ക്ലേ എന്തോ 80യോ 90യോ അത്ര എന്താ പൈസ ഉള്ളൂ. എൻ്റെ അടുത്തുണ്ട്. ഞാനിപ്പോൾ ഇത് കണ്ണാടിക്കൽ നിന്ന് വാങ്ങിച്ചതാണ്. പിന്നെ മറ്റേത് ഞാൻ ആമസോണിൽ നിന്ന് വാങ്ങിച്ചതാണ് ടെറാക്കോട്ടൻ്റെ ക്ലേ. ആൻഡ് നിങ്ങൾ വാങ്ങുക, അത് അടിപൊളിയാണ്. അത് എല്ലാവർക്കും ഇഷ്ടപ്പെടും. ബിക്കോസ് അത് ഇങ്ങനെ ഇങ്ങനെ വെറുതെ ഇങ്ങനെ ആക്കി കളിക്കാനൊരു സുഖമാണ്. അപ്പം എല്ലാവരും അതും കൂടെ ഒന്ന് വാങ്ങിക്കുക. ഇതുവരെ ആരും ചെയ്തില്ലെങ്കിൽ പോയി ചെയ്യണം. ഇത് എൻ്റെ എക്സ്പീരിയൻസ് പറയുകയാണെങ്കിൽ സോ ഗുഡായിട്ടുള്ള സാധനമാണ്. എനിക്ക് ഗുഡ് അടിച്ചു എന്നെല്ലാം പറയുന്നത്, എനിക്ക് ഗുഡ് അടിച്ചു അതിനോട്. നെക്സ്റ്റ് വൺ വാസ് മേക്ക് DIYs ഉണ്ടാക്കുക. DIYs എന്ന് വെച്ച് കഴിഞ്ഞാൽ പേപ്പർ കൊണ്ട് ഓരോ സാധനങ്ങൾ ഉണ്ടാക്കുക. ആൻഡ് കറൻ്റ് ഐ എം ഡൂയിങ് ദാറ്റ് വെൻ ഐ ബോട്ട്. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നില്ല, ബിക്കോസ് അതിനുള്ള മൂഡ് എനിക്കില്ല. ഞാൻ ഫസ്റ്റ് തന്നെ പറഞ്ഞല്ലോ മൂഡ് ഉണ്ടാവില്ല എനിക്കിന്ന്. അതന്നെ, അപ്പം മൂഡില്ലാത്തതുകൊണ്ട് ഞാൻ അധികം ചെയ്യാറുള്ളത് മേക്ക് DIYs ആണ്. അതാണ് ഞാൻ അധികം ചെയ്യാറുള്ളത്. ഇറ്റ്സ് ലുക്ക് ബൈ കടൽ ക്ലൗഡാണ്. എനിക്ക് കടൽ ക്ലൗഡ് ഭയങ്കര ഇഷ്ടമാണ്. പണ്ട് ഞാൻ നീനു ഷാജിനെയും കാണുമായിരുന്നു, ബട്ട് ഇപ്പം എനിക്ക് നീനു ഷാജിനെ അത്ര ഇഷ്ടമല്ല. ബിക്കോസ് ആൾ ഫുള്ള് വാങ്ങിച്ചിട്ട് ചെയ്യുന്ന കുറേ സംഭവങ്ങളാണ്. എൻ്റെ അടുത്ത് അങ്ങനെ വാങ്ങിച്ച് ചെയ്യുന്ന സംഭവമൊന്നും ഇല്ല. അതുകൊണ്ടാണ് ഞാൻ അധികം കടൽ ക്ലൗഡിൻ്റെ നോക്കാറുള്ളത്. വൺ ഓഫ് ദ നൈസ് യൂട്യൂബ് ക്രാഫ്റ്റ് എനിക്ക് തോന്നിയിട്ടുള്ളത് കടൽ ക്ലൗഡാണ്. ഞാൻ കടൽ ക്ലൗഡിൻ്റെ എല്ലാം നോക്കിയിട്ട് ഞാൻ ചെയ്യാറുണ്ട്. ഓക്കെ, നെക്സ്റ്റ് വൺ വാസ് ഡു ഹെയർ സ്റ്റൈൽ വെൻ യു ആർ ബോർഡ്. നമ്മൾ ഹെയർ സ്റ്റൈൽസ് നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. ഇപ്പോൾ കണ്ടോ ക്ലോക്ക് കാണുന്നുണ്ടോ? ഓക്കെ, ഡു ഹെയർ സ്റ്റൈൽസ്. ഇതേപോലെ നിങ്ങൾക്ക് ക്ലോക്ക് ലൈറ്റിൻ്റെ ഹെയർ സ്റ്റൈൽസൊക്കെ ഒരുപാടുണ്ട്. നമുക്ക് കാണാൻ പറ്റും, ഒരുപാടുണ്ട്. ഓക്കെ, അപ്പം അതൊക്കെ ചെയ്യാൻ നിങ്ങൾ. അപ്പം അതൊക്കെയാണ് എനിക്ക് നിങ്ങളോട് പറയേണ്ടത്. ആൻഡ് വീഡിയോ കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് ഇത്രയും പ്രൊഡക്ട്സ് എന്താണെന്ന് കാണിക്കാം. ആൻഡ് ഗൈസ്, അത് മൂന്നെണ്ണമല്ല 2 ഉള്ളൂ. ഒന്ന് ഞാൻ അറിയാണ്ട് കൂട്ടിപ്പോയി. ഫസ്റ്റ് വൺ വാസ് മാർസിൻ്റെ ഈ ഒരു ലിപ് ബാം. ടിൻഡഡാണ് ഇത്. അയ്യോ, ഇത് സെറ്റ് സാധനമാണ്. ഞാനിപ്പോൾ ഇട്ടിരിക്കുന്ന അതാ ടിൻഡഡാ, കണ്ടോ? സെറ്റാണേ. ഇതിൻ്റെ ഇതിവിടെയാണുള്ളത്. ഇതിന് ഫോക്കസ് ആവുന്നില്ല. ഫോക്കസ് ആവണോ? അതൊരു അടിപൊളി സാധനം. സ്ട്രോബെറീൻ്റെ മണമാണ്. ഉണ്ടോ? ഇത്രയും വലുതാവും. അമ്മേ തൂക്ക്. ഇത് വാങ്ങിച്ചതിന് റേറ്റ് എത്ര എനിക്കറിയില്ല. ഇത് വേറെ കാര്യം. ഇതെനിക്ക് എൻ്റെ ഫ്രണ്ട് ഗിഫ്റ്റ് ചെയ്തൊരു സാധനമാണ്. അപ്പം എൻ്റെ ഫ്രണ്ട് എനിക്ക് തന്ന സാധനമാണ്. ഇറ്റ്സ് അടിപൊളി. ഞാനിവിടെ ഇത് നേരത്തെ ഏതോ ഒരു വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ ഷെയ്ഡ് കാണിച്ചതാണ്. കാണില്ല, അതായല്ലോ കൊണ്ടുവന്നിട്ടെന്തായും കണ്ടോ? നിങ്ങൾ കാണുന്നുണ്ടോ? എൻ്റെ കയ്യിൽ സത്യം പറഞ്ഞായുണ്ട്. ആൻഡ് മാൾസിൻ്റെ ഒരു ടിൻഡഡ് ലിപ് ബാം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇതെല്ലാവരും വാങ്ങിക്കാൻ നോക്കാം. ഇതിൻ്റെ റേറ്റൊന്നും എനിക്ക് എത്ര ഇല്ല. മാൾസിൻ്റെ അടിപൊളി സാധനം കേട്ടോ. നെക്സ്റ്റ് ഈ ഒരു ബയോളിൻ്റെ ഇത് ലിപ് ബാമാണ്, അല്ലാണ്ടതല്ല. ഇതാണ്, ഇത് ലിപ് കെയർ ആണ്. ദിസ് വാസ് ലിപ് കെയർ. ഇത് സെറ്റ് സാധനമാണ്. ഇത് എൻ്റെ ഒരു മിന്നു അനഘ എന്ന് പറഞ്ഞ ചേച്ചിയുണ്ട്. അപ്പോൾ ആ ചേച്ചി എനിക്ക് കൂടെ തന്നാണ് മെഡിക്കൽ ഷോപ്പിൽ നിന്ന്. ആൻഡ് ദിസ് ഇസ് അടിപൊളി ലിപ് കെയറാണ്. ഇതും സ്ട്രോബെറി. എനിക്ക് ഇത് ജെറിയാണോ സ്ട്രോബെറി ആണോ? സ്ട്രോബെറി വരുന്നുണ്ട് കേട്ടോ. ആൻഡ് ഇത് ടിൻഡഡ് അല്ലേ, ഇത് സാധാ ഗ്ലിസറിനാണെന്ന് തോന്നുന്നു. നല്ല മണം. ആൻഡ് ഞാനിപ്പോൾ ഇട്ടിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ്. ബ്ലഷൊക്കെ ആക്കിയിട്ട് ഇട്ടിരിക്കുന്നത് ഇതാണ്. ആൻഡ് ഗൈസ്, ഇന്നത്തെ വീഡിയോ എത്ര ഉള്ളൂ. ലൈക്ക് ചെയ്യുക, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ ബൈ.